ദുര്യോധന, നീ കാരണം ഒരുപാട് ജീവനാണ് നഷ്ടമായത്. ഒരുപാട് കുടുംബങ്ങളെ നീ അനാഥരാക്കി. എന്നിട്ട് നീ ഇവിടെ വിളിച്ചിരിക്കുവാണോ? കൃഷ്ണന്റെ കണ്ണുകൾ യുധിഷ്ഠിരനിലേക്ക് തന്നെയായിരുന്നു. ഒരു രാജാവാണങ്ങ്, അത് മറക്കരുത്. എന്തിനാണങ്ങ് ഭയക്കുന്നത്? യുധിഷ്ഠിര, ഞാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയില്ല. യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. മറഞ്ഞു നിന്നുകൊണ്ടാണോ നീ യുദ്ധം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. യുദ്ധം ചെയ്യുവാൻ രഥവും സാരഥിയും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരീരം മുറിവേറ്റിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. നീ മരണത്തെ ഭയപ്പെട്ടു തുടങ്ങിയോ ദുര്യോധന? പാണ്ഡവ സഹോദരന്മാരുടെ കണ്ണുകൾ യുധിഷ്ഠിരനിൽ തന്നെയായിരുന്നു. തങ്ങളുടെ ജ്യേഷ്ഠനെ ആദ്യമായാണ് ഇങ്ങനെ വാശിയോടെ കാണുന്നത്. യുധിഷ്ഠിരന്റെ കണ്ണുകൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ സിരകളിൽ പോലും ധൈര്യത്തിന്റെ അംശങ്ങൾ പടർന്നു കയറി. അയാൾ ദുര്യോധനന്റെ മറുപടിക്കായി കാത്തിരുന്നു. മരണത്തെ ഞാൻ ഭയന്നിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം തന്നെ ഉണ്ടാകില്ലായിരുന്നു യുധിഷ്ഠിര. മരണവും ജീവിതവും എനിക്കിന്ന് തുല്യമാണ്. ഞാനിനി എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത്? ഒരു കൂട്ടം ജഡത്തിനു വേണ്ടിയോ? അതോ ആ രക്തപ്പുഴയ്ക്ക് വേണ്ടിയോ? നീ ജയിച്ചു, എടുത്തോളൂ. ഹസ്തിനപുരം ഇനി നിന്റേതാണ്. അങ്ങനെ എടുത്തോളൂ എന്ന് അങ്ങേക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ യാചിക്കാനല്ല ഇവിടെ വന്നത്. യുധിഷ്ഠിരൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ദുര്യോധനന് മനസ്സിലായി. കൃഷ്ണന്റെ കണ്ണുകൾ അപ്പോഴും യുധിഷ്ഠിരനിൽ തന്നെയായിരുന്നു. ശരി, യുദ്ധക്കളത്തിലേക്ക് ഞാൻ എത്താം. എന്തിനാണ് ദുര്യോധന യുദ്ധക്കളം? അവിടെ ഒരു പുൽക്കൊടി പോലും ഇല്ല ഇപ്പോൾ. പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ വെച്ച് എന്നെ വധിച്ചാൽ ആരും തന്നെ അറിയാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല ദുര്യോധന. മാത്രവുമല്ല, ഞങ്ങൾ 5 പേരും കൂടി അങ്ങയെ ആക്രമിക്കുന്നതിൽ എനിക്ക് യോജിപ്പുമില്ല. പാണ്ഡവരെല്ലാവരും യുധിഷ്ഠിരനെ നോക്കി. യുധിഷ്ഠിരൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കൃഷ്ണന്റെ ശ്രദ്ധ യുധിഷ്ഠിരനിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു. ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ അങ്ങ് വീഴ്ത്തിയാൽ മതി. രാജ്യം അങ്ങയുടേതാണ്. എതിരാളിയെയും ആയുധത്തെയും അങ്ങേക്ക് തന്നെ തീരുമാനിക്കാം. സമയമെടുത്തോളൂ. ശേഷം പാണ്ഡവർ അവിടെ നിന്നും അല്പം മാറി നിന്നു. ഇനിയുമെല്ലാം നഷ്ടപ്പെടുത്തുവാനാണോ തീരുമാനം? ശല്യരെ പോലെ ദുര്യോധനെയും വീഴ്ത്താമെന്നാണോ നീ കരുതുന്നത് യുധിഷ്ഠിര? ദുര്യോധനൻ നകുലനെയോ സഹദേവനെയോ തിരഞ്ഞെടുത്താൽ യുദ്ധം തന്നെ അവസാനിച്ചു. ഇതുവരെ ചെയ്തതെല്ലാം കഴിഞ്ഞു. അർജുനൻ യുധിഷ്ഠിരനെ കുറ്റപ്പെടുത്തി. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ദുര്യോധനെ വീഴ്ത്താമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ദുര്യോധനൻ എന്ന യോദ്ധാവിനെ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ യുധിഷ്ഠിരൻ ഇത് അയാളോട് പറയില്ലായിരുന്നു. പാണ്ഡവരെല്ലാവരും പരസ്പരം ഒന്ന് നോക്കി. ഭീമൻ മാത്രമേ ദുര്യോധനന് സമമായുള്ളൂ. അതുകൊണ്ട് തന്നെ ഭീമനെ തിരഞ്ഞെടുക്കാൻ സാധ്യത കുറവാണ്. ദുര്യോധനൻ ബാക്കി 4 പേരിൽ ആരെയെങ്കിലും തിരഞ്ഞെടുക്കും. എന്തോ ഒരു ചെറിയ ഭയം പാണ്ഡവരിൽ എല്ലാവരിലും കയറിക്കൂടി. എടുത്തുചാട്ടമായി പോയോ എന്ന ചിന്ത യുധിഷ്ഠിരനിൽ വന്നു. ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും കൃഷ്ണ? അങ്ങ് പറയൂ. ദുര്യോധനൻ നിത്യാഭ്യാസിയാണ്. അയാളെ വീഴ്ത്തുക അത്ര എളുപ്പമല്ല. കൃഷ്ണൻ ആലോചിക്കുവാൻ തുടങ്ങി. എന്തൊക്കെ വന്നാലും നമുക്ക് യുദ്ധം ജയിച്ചല്ലേ പറ്റൂ. നകുലൻ അല്ലെങ്കിൽ സഹദേവൻ, ഇവരിൽ ഒരാളായിരിക്കും അയാളുടെ ഇര. ഗദയായിരിക്കും അയാൾ തിരഞ്ഞെടുക്കുന്ന ആയുധം. ഗദായുദ്ധത്തിൽ അവർ പ്രാവീണ്യരാണ്. യുധിഷ്ഠിരൻ നകുല സഹദേവന്മാരെ നോക്കി. കൃഷ്ണൻ അവരുടെ അടുത്തു വന്നു. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. കുറച്ചു സമയത്തെ ചർച്ചയ്ക്ക് ശേഷം അവർ ദുര്യോധനന്റെ അടുത്തെത്തി. എനിക്ക് ഗദ മതി ആയുധമായിട്ട്. കൃഷ്ണൻ നകുല സഹദേവന്മാരെ ഒന്ന് നോക്കി. എതിരാളി ഭീമൻ. പാണ്ഡവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ പരസ്പരം മുഖാമുഖം നോക്കി. എന്താണ് ദുര്യോധനന്റെ ഉദ്ദേശമെന്ന് അവർക്ക് മനസ്സിലായില്ല. കൃഷ്ണനും അത് മനസ്സിലായില്ല. ഭീമൻ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മനസ്സും ശരീരവും തകർന്നിരിക്കുന്ന ദുര്യോധനന്റെ കണ്ണിൽ നോക്കുവാൻ ഭീമന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദുര്യോധനന് ഗദ ലഭിച്ചു. അവർ തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. ഭീമൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു യുദ്ധം തന്നെയായിരുന്നു ഇത്. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി ഭീമന് ശത്രുവിനോട് സഹതാപം എന്ന വികാരം തോന്നി.
ദുര്യോധനന്റെ അവസ്ഥ അയാളുടെ മനസ്സിനെ ചെറുതായി ഒന്ന് സ്പർശിച്ചു. അയാളുടെ ചിന്തകൾ ആ യുദ്ധത്തിൽ നിന്നും മാറി സഞ്ചരിക്കാൻ തുടങ്ങി. ഹസ്തിനപുരം കണ്ട ഏറ്റവും വിചിത്രമായ ഒരു രാജാവാണ് ദുര്യോധനൻ. മനുഷ്യനെ മനുഷ്യനായി മാത്രമായിരുന്നു അയാൾ കണ്ടിരുന്നത്. താൻ ഒരു രാജാവാണെന്ന് പോലും പലപ്പോഴും അയാൾ സ്വയം മറക്കുമായിരുന്നു. ആ ദുര്യോധനൻ ഇല്ലാത്ത ഹസ്തിനപുരം എന്തൊരു ശൂന്യമായിരിക്കും. മനസ്സിന്റെ ഈ ചാഞ്ചാട്ടം ഭീമനെ തളർത്തി. കണ്ടു നിന്ന പാണ്ഡവർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഭീമന് ദുര്യോധനന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ഭീമൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദുര്യോധനന്റെ ശക്തി അയാൾ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അയാൾക്ക് അത്ഭുതം തോന്നി. ഒരു രാജാവിന് ഇത്തരമൊരു ആയുധ പ്രാവീണ്യം അസാധാരണമാണ്. അർജുനൻ ഉടൻ തന്നെ കൃഷ്ണനോട് എന്ത് ചെയ്യുമെന്ന് ആരാഞ്ഞു. കൃഷ്ണൻ അതിന് മറുപടിയൊന്നും നൽകിയില്ല. പകരം തന്റെ തുടയിൽ കൈകൊണ്ടൊന്ന് അടിച്ചു. അർജുനന് കാര്യം മനസ്സിലായി. ഉടൻ തന്നെ അർജുനൻ ഭീമൻ കാണുന്ന രീതിയിൽ തന്റെ തുടയിൽ അടിച്ചു. ഭീമൻ അത് മനസ്സിലായി. അരയ്ക്ക് കീഴ്പോട്ട് ആക്രമണം പാടില്ല എന്നതാണ് ഗദായുദ്ധത്തിലെ നിയമം. എന്നാൽ ഇപ്പോൾ ഇതാ നിയമം തെറ്റിക്കാൻ നിർദ്ദേശം വന്നിരിക്കുന്നു. അർജുനൻ പറയുന്നതനുസരിക്കാതിരിക്കാൻ ഭീമന് കഴിയില്ലായിരുന്നു. അങ്ങനെ കണ്ണ് കലങ്ങിക്കൊണ്ട് ഭീമൻ അത് ചെയ്തു. ഭീമൻ സ്തംഭിച്ചവിടെ തന്നെ നിന്നു. കൃഷ്ണൻ ഭീമനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിന്റെ അർത്ഥം ഭീമന് മനസ്സിലായി. ദുര്യോധനന്റെ ബാക്കി ജീവൻ കൂടി എടുക്കണം. മനസ്സ് തകർന്നുകൊണ്ട് ഭീമൻ ദുര്യോധനന്റെ അടുത്തെത്തി. ഭീമ, നിന്റെ ജീവൻ എടുക്കാൻ നോക്കിയ ആളാണ് ഞാൻ. അതിന് പരിഹാരമായാണ് ഞാൻ നിന്നെ ഇവിടെ തെരഞ്ഞെടുത്തത്. നിന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് ഭീമ എനിക്കിഷ്ടം. തുടർന്നോളൂ ഭീമ. ആണൊരുത്തന്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ ദുര്യോധനന് അഭിമാനമാണുള്ളത്. ഭീമൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുര്യോധനന്റെ നെഞ്ചിൽ ചവിട്ടാൻ ആരംഭിച്ചു. നിർത്തൂ! അർജുനൻ ഓടി വന്നു. മതി ഭീമ, എന്തൊക്കെ വന്നാലും ദുര്യോധനൻ നമ്മുടെ സഹോദരനാണ്. ഭീമൻ കാലെടുത്തു. പക്ഷേ കുറച്ച് വൈകിപ്പോയിരിക്കുന്നു.